പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചുകൊണ്ടാണ് ധീരനായ ഒരു പടയാളി, ഒരു രാഷ്ട്രീയ പോരാളി, കേരളത്തിൻ്റെ ചരിത്രം വഴിമാറ്റി വരച്ച 32 പേരിൽ അവസാനത്തെ മനുഷ്യൻ നടന്നു നീങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ അതിന് വലിയ ചലനങ്ങളുണ്ടായി. നിരവധി പേർ വിളിച്ചു, പലരും അടിക്കുറിപ്പിൽ എഴുതി കൂടുതൽ ഞങ്ങൾക്ക് കേൾക്കണം, അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ആ അനുഭവങ്ങൾ ചെറുതാണെങ്കിൽ പോലും പറയണം എന്നാവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴും വീട്ടിൽ വെച്ചായാലും ഗസ്റ്റ് ഹൗസിൽ വെച്ചായാലും മുഖ്യമന്ത്രി കസേരയിൽ ഓഫീസിലിരിക്കുമ്പോഴാണെങ്കിലും ഭാവവ്യത്യാസങ്ങൾ, അധികാരത്തിൻ്റെ ഒരു ഗർവ്, അല്ലെങ്കിൽ ഞാനൊരു അധികാരിയാണ് എന്നൊരു ഭാവം തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലും തൈക്കാട് ഗസ്റ്റ് ഹൗസിലും മറ്റുള്ള ഗസ്റ്റ് ഹൗസുകളിലുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഡോക്ടർ എന്ന പരിഗണന കിട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട പാർക്കിംഗ് സംവിധാനം പ്രത്യേകമായി ഉദ്യോഗസ്ഥന്മാർ വന്നു തന്നെ തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്നു എന്ന തരത്തിലുള്ള വലിയ ആർഭാടങ്ങളോ ജാടകളോ നിയന്ത്രണങ്ങളോ പരിശോധനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായിരുന്നു വരവും പോക്കുമെല്ലാം. ഞങ്ങളാണെങ്കിൽ ആ ഔദ്യോഗിക പദവിയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രത്യേകതകളൊന്നും കാണിച്ചിരുന്നുമില്ല. എപ്പോഴെല്ലാം അദ്ദേഹം വിളിക്കുന്നു അപ്പോഴെല്ലാം ചെന്നാലും ഒരു മുഖ്യമന്ത്രിയുടെ ചികിത്സകനായിരിക്കുമ്പോൾ പല ആനുകൂല്യങ്ങളും വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. സുരേഷ് തൈക്കാട്ടെ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിടും, അതുമാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. യാത്രാ ചെലവിനത്തിലോ മറ്റു തരത്തിലോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. ആ ബന്ധം ഉപയോഗിച്ച് അന്യായമായതോ അതൊരിക്കലും VS-ൽ നിന്നുണ്ടാകുകയുമില്ല, ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിമാർഗ പ്രവർത്തനവുമായി അദ്ദേഹത്തെ ഒന്ന് അടുപ്പിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 12-ാം തീയതി തിരുനാവായയിൽ നടക്കുന്ന സർവോദയ മേളയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. ഹരിജൻ സേവക സംഘത്തിൻ്റെ ഭാരവാഹികളുമായുള്ളൊരു സന്ദർശനമുണ്ടായി. പാലക്കാട്ടെ ഗാന്ധിയൻ ആശ്രമം ശബരി ആശ്രമത്തിൽ അദ്ദേഹം വന്നു. മഹാത്മാഗാന്ധിയുടെ പ്രപഞ്ചവീക്ഷണം എന്ന ഡോക്ടർ MP മത്തായിയുടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അദ്ദേഹം എത്തി. ആദ്യം ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, അതദ്ദേഹം ചെയ്യുന്നൊരു രീതി കണ്ട് ഞാൻ തന്നെ അമ്പരന്നിട്ടുണ്ട്. അത് ഡോക്ടർ ജോൺ ബേബിയുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ സസ്പെൻഷൻ്റെ വിഷയമായിരുന്നു. ഡോക്ടർ ജോൺ ബേബി കോഴിക്കോട് സർവകലാശാലയിലെ സൈക്കോളജി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി 1.5 വർഷം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ രോഗത്തിൻ്റെ കാരണമറിയാതെ ചികിത്സിച്ചു എന്നാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ പിന്നിലുള്ള ഒരു ഹോമിയോ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ബേബി സാർ വിഷയം അറിയുന്നതും പ്രകൃതി ചികിത്സാ രീതികൾ ചെയ്യാൻ
ആ കുട്ടിയെ സഹായിക്കുന്നതും. കംപ്ലീറ്റ് വേവിക്കാത്ത ഭക്ഷണം വേണം അത്തരത്തിലുള്ള ഒരു രോഗി അനുഷ്ഠിക്കാൻ. അതിനുള്ള സാമ്പത്തികാവസ്ഥയൊന്നും ഇല്ലാതിരുന്ന ആ ദളിത് പെൺകുട്ടിയെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചും തൻ്റെ മകളെപ്പോലെ തന്നെ കരുതിയും അദ്ദേഹം സഹായിച്ചു. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഹോസ്റ്റലിലുണ്ടായിരുന്ന പല കുട്ടികളും ആ കുട്ടി ചൂടുവെള്ളം എടുത്ത് കുടിക്കുന്നതും പുറത്തുപോയി ചില ഭക്ഷണം മാറിക്കഴിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഏതായാലും അത് വലിയൊരു പരാതിക്കിടയാക്കി. ഈ പെൺകുട്ടി തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി എന്ന രീതിയിൽ പരാതി പറഞ്ഞു. അസുഖം മൂർച്ഛിച്ചു എന്നൊരവസ്ഥയിലായിരിക്കണം. പക്ഷെ അതിനുശേഷവും വർഷങ്ങൾ ആ കുട്ടി ജീവിച്ചു എന്നുള്ളൊരു ഭാഗം വാസ്തവത്തിൽ ഡോക്ടർ ജോൺ ബേബി പറഞ്ഞ ആ ആഹാരക്രമത്തിൻ്റെ പ്രകൃതി രീതിയുടെ മെച്ചമായിരുന്നു എന്നുള്ളതൊന്നും കേരള സമൂഹം ആ സമയത്ത് കാണാൻ തയ്യാറായിരുന്നില്ല. ജോൺ ബേബിയെ ക്രൂശിക്കാൻ യൂണിവേഴ്സിറ്റിയിലെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളല്ല, രാഷ്ട്രീയ കെണിവേഴ്സിറ്റികളാണ്. ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്ത സത്യമായി തുറന്നു പറയുന്ന മറ്റൊരു തരത്തിൽ പഞ്ചപാവം കൂടിയായിരുന്ന ജോൺ ബേബിയെ പത്രങ്ങളും മാസികകളും ചാനലുകളും രാഷ്ട്രീയക്കാരും യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടെ പീഡിപ്പിച്ചു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആ ഒരവസ്ഥയിലാണ് VS-നോട് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത് അന്യായമാണ്, ചതിയാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു അന്വേഷണ റിപ്പോർട്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഒരു MBBS വിദ്യാർത്ഥിയുടേതാണ്. അലോപ്പതി വിദ്യാർത്ഥി ഒരു പ്രൊഫസറെക്കുറിച്ചുള്ള, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വിദ്യാർത്ഥി നടത്തി റിപ്പോർട്ടാക്കുക, അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക. VS വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിളിച്ചു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉന്നതനെ, ചോദിച്ചു. എന്തൊക്കെയോ അവർ പറഞ്ഞു. അവസാനം VS പറയുന്നത് ഞാൻ കേട്ടു, ക്യാൻസറിനല്ലേ ചികിത്സിച്ചു എന്ന് പറയുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കണം, സസ്പെൻഷൻ പിൻവലിക്കണം. അപ്പോൾ അന്വേഷണ കമ്മീഷൻ്റെ കയ്യിലിരിക്കുകയാണ്. 1 മാസമായി. കാണുമ്പോഴെല്ലാം VS ചോദിക്കും എന്തായി, ഒന്നും ആയിട്ടില്ല. അപ്പോഴെല്ലാം വിളിക്കും എന്തായി, എന്തുകൊണ്ട്. അപ്പം അത്രയും ശക്തമായ ലോബി. 3-4 പ്രാവശ്യം കാണുമ്പോഴൊക്കെ അദ്ദേഹം ഫോണെടുത്ത് വിളിക്കുകയാണ്. അന്ന് കറക്കിയുള്ളൊരു വിളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വിളിക്കണ്ട സാറ്, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അങ്ങേയപ്പോൾ ഉള്ളൊരാൾ ഇത്രയും പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നില്ല എങ്കിൽ അവരിനി അത് ചെയ്യണ്ട, എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, ഞങ്ങളെല്ലാം അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഇല്ല, അത് ശരിയല്ലല്ലോ. അപ്പോഴും വിളിക്കുകയാണ്. ഏതായാലും ആ വിളിയോടെ അദ്ദേഹത്തിന് പെൻഷൻ വാങ്ങാൻ കഴിയുന്ന ഒരന്തരീക്ഷമെങ്കിലും ഉണ്ടായി. മറ്റൊരവസരത്തിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം കൂടെ ചേരുന്നു, പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ ചേരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെ പരിസ്ഥിതി പ്രവർത്തകർ മാറണം, എങ്കിൽ മാത്രമാണ് നിർണായകമായ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുക. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടായി. ഒരു ദിവസം ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ ഞങ്ങളിങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ VS-നോട് ചോദിച്ചു, പരിസ്ഥിതി പ്രവർത്തകർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെ മാറണമെന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ചെയ്യരുത്, ഒറ്റ വാക്ക്. എന്തുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല. അതിൻ്റെ കാര്യമില്ല. എനിക്കും എൻ്റെ ഉള്ളിലും ആ ആശയത്തോട് അത്ര യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ കഴിഞ്ഞു. വളരെ രസകരങ്ങളായ 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. സുകുമാർ അഴീക്കോട് സാറിൻ്റെ പേരിൽ ഒരു മാനനഷ്ട കേസ്, എറണാകുളത്ത് ആലുവയിലുണ്ടായിരുന്ന ഒരു DYSPയെ കൈക്കൂലിക്കാരൻ, അഴിമതിക്കാരൻ എന്നെല്ലാം വിളിച്ചു എന്നുള്ളതായിരുന്നു കേസ്.
ചെറായിയിലെ ഹിമാലയ എന്ന് പറഞ്ഞിരുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ഇടപാടുകളിൽ സഹായം ചെയ്തു കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ടായിരുന്ന ഒരു DYSP ആണ്. സാറിത് പറഞ്ഞു, പത്രങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ കൊണ്ടുപോയി കൊടുത്ത കേസാണ്. ആലുവ കോടതിയിലാണ് കേസ്. അഴീക്കോട് സാറിന് പരിഭ്രമം 2 കാര്യങ്ങളോടായിരുന്നു. ഒന്ന് കോടതി കേസ്, രണ്ടാമത്തത് ട്രെയിനിൻ്റെ പരിഭ്രമം നേരിട്ടിരുന്നത് സുരേഷാണ്, സഹയാത്രികനും സാരഥിയും. കോടതി കേസുകളുടെ പരിഭ്രമം ഞാനുമായിരുന്നു. അപ്പോൾ കോടതിയിൽ എന്തെങ്കിലും കേസോ നോട്ടീസോ വന്നാൽ ഉടനെ എന്നെ വിളിക്കും. എറണാകുളത്ത് അഡ്വക്കേറ്റ് NN സുഗുണപാലനുണ്ട്, സാറിൻ്റെ വലിയ സുഹൃത്തും ആരാധകനുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കേസുകളും എൻ്റെ കേസുകളുമെല്ലാം NN സുഗുണപാലൻ സാറാണ് നോക്കുന്നത്. അപ്പോൾ ആലുവയിലെ കേസ് സമൻസ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ VS-നോട് പറഞ്ഞു, ഇങ്ങനെ അഴീക്കോട് സാറിൻ്റെ നമുക്കനുകൂലമായി കാറ്റുവീശിയ ആളല്ലേ. ഇതായിരുന്നു അഴീക്കോട് സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം. എന്ന് വെച്ച് അതിൻ്റെ പേരിൽ അഴീക്കോട് സാറിനെ അധികം കാണാൻ പോവുകയോ അതിൻ്റെ ഒരു അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. അത് ന്യായമായി നടക്കേണ്ട ഒരു കാര്യം നടത്തി. അഴീക്കോട് സാറിനും അതിൻ്റെ പേരിൽ ഇങ്ങനെ വന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, DYSP മഹാ തട്ടിപ്പ് കള്ളന് കഞ്ഞി വയ്ക്കുന്നവനും ഒക്കെ ആയിരുന്നു. അപ്പോൾ കേസ് ആയിട്ട് മുന്നോട്ട് പോകരുത്, അത് പിൻവലിക്കണം എന്ന് അങ്ങയുടെ ഒരു താല്പര്യം കൂടി ഉണ്ട് എന്ന് ഞാനൊന്ന് പോയി കണ്ട് പറഞ്ഞോട്ടേ എന്ന് ചോദിച്ചു. ഓ ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്കമാലിയിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അല്പം കിഴക്ക് മാറിയുള്ള ഈ DYSPയുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യം കൂടി ഉണ്ട്, അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറാണ്. അഴീക്കോട് സാറിൻ്റെ പേരിൽ കുറച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, അതൊന്ന് പിൻവലിക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഫോൺ നമ്പർ തന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഏതായാലും ഞാനൊരു കേസ് കൊടുത്തതല്ലേ, സാറ് പോയിട്ട് ജാമ്യം എടുക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. എനിക്ക് ദേഷ്യം വന്നു. ഈ കള്ളക്കീടം സുകുമാർ അഴീക്കോട് സാറിനെ പോലുള്ള ഒരാളെ കോടതി കയറ്റിക്കാൻ, അതും VS-നെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ അറിവോടെ ഞാൻ ചെന്നിട്ട് ഞാൻ 2 പറഞ്ഞു. ഒരു കൈക്കൂലിക്കാരനോട് എന്ത് സംസാരിക്കണമോ അത് തന്നെ സംസാരിച്ചു. താൻ അഴീക്കോട് സാറിനെ കോടതി കയറ്റിയിട്ട് അങ്ങനെ ഞെളിഞ്ഞൊന്നും നടക്കുകയല്ല. ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ തൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും, വീടിന് മുമ്പിൽ കുത്തിയിരുന്നൊന്നും വരും. അയാൾ കേസൊന്നും പിൻവലിച്ചില്ല. അഴീക്കോട് സാറ് കോടതിയിൽ ഹാജരാവേണ്ടതായി വന്നു. അതിലും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കോടതി, അത് ഞാൻ വിശദമായിട്ട് പറയുന്നത് വേറൊരു ഭാഗത്താകാം, കാരണം ഇത് VS-നെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്, എന്നാലും ഇത് പറയാതെ വയ്യ. സാറ് കോടതിയിലാകെ പരിഭ്രമിച്ചാണ് കയറി കൂട്ടിൽ നിന്നത്. ഇപ്പോൾ മറ്റേ വക്കീൽ വാദിഭാഗം വക്കീൽ നിങ്ങളിങ്ങനെ അഴിമതിക്കുക എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞത് ഇയാൾക്ക് മാനനഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? മാനനഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ്. കുറ്റം അഡ്മിറ്റ് ചെയ്യുകയാണ്. ശരിയാണ് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്ന് കോടതിയിൽ പറഞ്ഞു, അത് കേൾച്ചതിൻ്റെ കുഴപ്പം, സാറിന് കേൾക്കുന്നതിൻ്റെ അല്പം ബുദ്ധിമുട്ടാണ്. മജിസ്ട്രേറ്റ് നിങ്ങളൊന്ന് നോക്കി ഇടപെടാൻ ആര് എന്നുള്ള രീതിയിൽ ഉടനെ KP സതീശൻ അഡ്വക്കേറ്റ് CBIയുടെ
വക്കീലൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് അഴീക്കോട് സാറിന് വേണ്ടിയിട്ട് സുഗുണപാലൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ട് ഹാജരാകുന്നത്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ ആ അവസരം തീർത്തിട്ട് ഒരു വിധത്തിൽ സാർ അഡ്മിറ്റ് ചെയ്ത് കോടതിക്ക് അത് എഴുതാതിരിക്കാൻ പറ്റില്ല, അത് പിന്നെ മാറ്റാനും പറ്റില്ല. വക്കീൽ സാർ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആകെ പെട്ടുപോയി, എന്താ ചെയ്യുക, നോക്കട്ടെ. അഴീക്കോട് സാറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, അതിപ്പോൾ അദ്ദേഹത്തിനത് മാനനഷ്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണല്ലോ. സാറ് താത്വികമായിട്ടാണ് കാര്യങ്ങൾ നോക്കിയത്. അയാൾ ചെയ്തത് തെറ്റാണ്, അത് പറഞ്ഞപ്പോൾ അയാൾക്ക് മാനനഷ്ടം ഉണ്ടായാൽ പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളതായിരുന്നു സാറിൻ്റെ ലോജിക്ക്. ആ സമയത്ത് തന്നെയാണ് സാറിൻ്റെ കാറ് റിവേഴ്സ് എടുത്തപ്പോൾ മജിസ്ട്രേറ്റിന് ഇഷ്ടമായില്ല, അതിന് ഫൈനിട്ടത്. അതും വലിയ പ്രശ്നമായതാണ്. ഇതെല്ലാം കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അന്ന് എറണാകുളത്തെ എൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഒരു പോലീസുകാരൻ വന്നു എന്നെ കാണണം. മഫ്റ്റിയിലാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പരാതിയുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് പരാതികൾ ഇങ്ങനെ ധാരാളം ഉണ്ടല്ലോ, എന്താ പരാതി? അത് ആലുവയിലുണ്ടായിരുന്ന DYSP നൽകിയിട്ടുള്ള പരാതിയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞയച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തി, അയാളുടെ വീട്ടിൽ കയറി അയാളെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ അഴീക്കോടിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചെന്നത്. കോടതിയിലിരിക്കുന്ന ഒരു കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണി ഉയർത്തി. ഭയങ്കര പരാതിയാണ്. ഞാനൊന്ന് നന്നായി ചിരിച്ചു. ചിരിച്ചിട്ട് ഈ പോലീസുകാരനോട് ചോദിച്ചു, ഞാൻ ഇത്രയ്ക്കൊരു ഭീകരനാണോ ഒരു DYSPയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താൻ, എന്നിട്ട് ആരോഗ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ? അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, സാറേ, ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരാതി അത്ര ശരിയായ പരാതിയല്ല എന്ന്. എന്ത് ചെയ്യാൻ സാറേ, ഞങ്ങളുടെ ഇടയിൽ കുറേ ആളുകളുണ്ട് ഇയാളെപ്പോലെ അഴിമതിക്കാരനുമായിട്ട് കൈക്കൂലി, ഞങ്ങളുടെ ഫോഴ്സിൻ്റെ പേര് ചീത്തയാക്കുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ വിവരങ്ങളെല്ലാം ഞാൻ VSനെ കാണുമ്പോൾ പറയും, രസിച്ചങ്ങനെ കേൾക്കും. മറ്റൊരിക്കൽ കോഴിക്കോട് പേരാമ്പ്രയിൽ രൂപിഷ എന്ന വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂളിൽ വിതരണം ചെയ്ത മരുന്നാണ് കൊല ചെയ്തത്. കുറച്ച് കുട്ടികൾ പേരാമ്പ്ര സർക്കാർ ആശുപത്രിയിലുമായി. ഞാനന്ന് കോഴിക്കോടുണ്ട്. ലാലു ഒളവണ്ണ ഫോട്ടോഗ്രാഫറാണ് ലാവിഷ് മീഡിയയുടെ. ലാലുവും ഞാനും കൂടെ അവിടെ പോയി, ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ധാരാളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, രക്ഷാകർത്താക്കളുണ്ട്. അതിൽ 1-2 കുട്ടികളുടെ രക്ഷാകർത്താക്കളോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കളക്ടറോട് ആവശ്യപ്പെടൂ, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ടായ കുഴപ്പമാണല്ലോ, അതിന് വീണ്ടും ഇംഗ്ലീഷ് മരുന്ന് തന്നെ ആണോ ചികിത്സ? ഞങ്ങൾക്ക് ആയുർവേദം മതി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഭൂകമ്പമായി. ഡോക്ടർമാരറിഞ്ഞു, അവർ ഹാലിളകി. പിന്നെ അവിടുത്തെ ചില പാർട്ടിക്കാരുമൊക്കെ ഇളകി പോലീസിനെ വരുത്തി ഞങ്ങളെ അറസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ ഒരു പാർട്ടിക്കാരൻ വരുന്നു. അയാൾ കസേര SIയുടെ മുമ്പിൽ ഇരിക്കുന്നു. ഞങ്ങൾ വിനീത പ്രതികളെ നിർത്തിയിരിക്കുന്നു. ഇൻസ്പെക്ടർ ചാടിക്കടിക്കുകയാണ്. ആശുപത്രിക്ക് കയറി ബഹളം ഉണ്ടാക്കി. അതുകൊണ്ട് ജാമ്യക്കാരെ വേഗം വരുത്തിക്കോളൂ, കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. ഞാൻ ചിരിച്ചു. പിറ്റേ ദിവസം എനിക്ക് കൊച്ചിയിൽ നിന്ന് തായ്ലാൻഡിലേക്ക് ഫ്ലൈറ്റ് കയറണം. തായ്ലാൻഡിലെ ക്യാമ്പ് അതിൻ്റെ അടുത്ത ദിവസം തുടങ്ങുകയും വേണം. അതല്ലായിരുന്നെങ്കിൽ നാടകം കുറച്ചുകൂടെ രസിച്ച് ആസ്വദിക്കുമായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്യുക? അപ്പോൾ മുന്നിലിരിക്കുന്ന പാർട്ടിക്കാരൻ ഭയങ്കര ഗമയിലാണ്, ഗൗരവത്തിലാണ്, ഞങ്ങളെ തിന്നുന്ന പോലെ നോക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് സുധീർ മാഷിനെ വിളിച്ചു, യോഗ മാഷ്, അദ്ദേഹം ഞാനും കൂടിയാണ് VSൻ്റെ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുന്നത്. നന്നായി യോഗ ചെയ്യുമായിരുന്നു VS.
ശവാസനം, അതിനു മുമ്പുള്ള ബ്ലഡ് പ്രഷറും അതിന് ശേഷമുള്ള ബ്ലഡ് പ്രഷറും ഞങ്ങൾ അളക്കുമ്പോൾ പ്രകടമായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഡോക്ടറും ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്കതവിടെ തുടരാൻ സാധിച്ചത്. പ്രകൃതി രീതികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനും സംസാരിക്കാനും സാധിച്ചത്. ആ ഒരു വ്യത്യാസം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. സുധീർ മാഷിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഫോൺ വെച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ ആകെ പരിഭ്രമമായി. SI ജീപ്പ് എടുത്ത് പോയി കളഞ്ഞു. വേറൊരു ജീപ്പിൽ സർക്കിൾ ഇൻസ്പെക്ടർ കുതിച്ചു പാഞ്ഞെത്തി. ഞങ്ങളോട് പറഞ്ഞു, അത് ക്ഷമിക്കണം, അത് ആളെ അറിയാതെ സംഭവിച്ചു പോയതാണ്. SI ആകെ പേടിച്ച് പൊയ്ക്കളഞ്ഞു. സാറ് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, സാറിനെ ഞങ്ങൾ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുപോകാം, സാറിന് അവിടെ ആരുമായിട്ടും സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. അവൻ എനിക്കിനി ആശുപത്രി പോകേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് കാണേണ്ടതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാറ് ഒരു വളരെ പോലീസുകാരുടെ അവരുടെ ഒരു ഗതികേടാണ്. പിന്നെ ഞങ്ങളുടെ പുറകെ പോലീസ് വണ്ടി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റാതെ നോക്കണമല്ലോ. അങ്ങനെ അതിർത്തി വരെ വന്നിട്ട് അത് കഴിഞ്ഞ് VS കണ്ടപ്പോൾ അലോപ്പതിക്കാർക്കിട്ടൊരടി അല്ലേ, അതായിരുന്നു പ്രതികരണം. ഇപ്പോഴും മനസ്സിൽ രസിച്ചു നിൽക്കുന്ന മറ്റൊരു ഓർമ്മ, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള നേച്ചർ ലൈഫിൽ അദ്ദേഹം വന്നു. പല പേഷ്യൻസിനെയും കണ്ടു, സംസാരിച്ചു. ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ പേഷ്യൻസുമായിട്ട് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. പേഷ്യൻസിന് ഇതുപോലുള്ളൊരു അനുഗ്രഹം വേറെ കിട്ടാനില്ലല്ലോ, ഭാഗ്യം. ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ സൗമ്യയുടെ പാചകമാണ്, സുജീവിത പാചകം എന്ന പേരിൽ 500 പേജുകളുള്ളൊരു പുസ്തകം സൗമ്യ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു വിഭവമായിരുന്നു പ്രത്യേകമായിട്ട് VS അന്ന് ആകർഷിച്ചത്. ഒരു വയലറ്റ് നിറത്തിലുള്ള സാധനമാണ്, എടുത്ത് കടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല ഇതെന്താ സാധനമെന്ന് ചോദിച്ചു. പറഞ്ഞത് നെല്ലിക്കയാണ്. ഇതെന്താ ഈ നിറം? അത് ബീറ്റ്റൂട്ടിൻ്റെ ചാറ് ഒഴിച്ച്. അപ്പോൾ നെല്ലിക്ക അച്ചാറാണ്, പ്രകൃതി അച്ചാറുണ്ട്, അതാത് സമയത്ത് ഉണ്ടാക്കുന്നതാണ്. അതിൽ സൗമ്യയുടെ ചില പ്രയോഗങ്ങളൊക്കെ ചേരും. വളരെ ഇഷ്ടപ്പെട്ടു. 2-3 പ്രാവശ്യം ഞങ്ങൾ ഇട്ട് കൊടുത്തു, നന്നായി കഴിച്ചു. പോകുമ്പോൾ സൗമ്യയുടെ ഒരു പുസ്തകം പ്രത്യേകം ഒന്നുകൂടെ വാങ്ങി. ആ പ്രകൃതി പാചക പുസ്തകം VS ആണ് പ്രകാശനം ചെയ്തത് കോഴിക്കോട്ട് വെച്ച്. ഇനിയും വളരെ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ കൂടെ നിൽക്കുമ്പോഴുണ്ടായ അറിവുകളാണ്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൂടാതെ അദ്ദേഹം എന്നോട് പറഞ്ഞ, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത, എൻ്റെ അഭിപ്രായം ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല. അത് പറയാനുള്ള ധാർമ്മികമായ ഒരവകാശം എനിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നാളെ എന്നെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുത്തിയാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അധികാരത്തിലിരുന്നു കൊണ്ട് സാമൂഹ്യ മാറ്റം നടത്താൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ കൂടെ ആ കാലയളവിൽ ഇടയ്ക്കിടെ കാണാനും അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനത്തിരുന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ കഴിയാത്തതും ചെയ്യാൻ ആഗ്രഹിച്ചതും അവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ധാരാളം ഇനിയുമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞാലത് നിങ്ങൾ വേറെ തരത്തിൽ എടുക്കില്ല എന്ന് കരുതുന്നു. ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പൾസ് നോക്കാറുണ്ട്. ഒരു ദിവസം
പൾസ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ചെറുപ്പക്കാരുടെ പൾസ് തന്നെയാണ്, മെഷീന് ഒരു കുഴപ്പമില്ല. എത്ര പോകും എന്ന് ചോദിച്ചു. 101 വയസ്സ് ഞാൻ ഗ്യാരണ്ടി. ഒരു തമാശയോട് കൂടിയിട്ടാണ് ചോദിച്ചതും പറഞ്ഞതും. 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്, യാത്രയാകുന്നത്. ദാരിദ്ര്യത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരന്തരീക്ഷത്തിൽ നിന്ന് മരണം ബ്രിട്ടീഷ് പോലീസിൻ്റെ കിരാതമർദ്ദനങ്ങൾ സഹിച്ച് ആ കാല് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. മരിച്ചു എന്ന് കരുതി മറവ് ചെയ്യാൻ അയച്ചതാണ്. ഒരു കള്ളന് ഒരു സംശയം തോന്നി, ശ്വാസമുണ്ടെന്നറിഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ജീവിതം. ഒരു ദിവസം പോലും താൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുള്ള പോരാട്ടമില്ലാതെ VSന് ജീവിതമുണ്ടായിട്ടില്ല. ജൂലൈ 21 ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനു മുമ്പും തിരുവനന്തപുരത്ത് പോയപ്പോഴൊക്കെ SUT ആശുപത്രിയിലേക്ക് പോകണോ വേണ്ടയോ, വയ്യാതെ കിടപ്പിലായതറിഞ്ഞിട്ടും ആ ഒരവസ്ഥയിൽ VSനെ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ അവസ്ഥ കാണണ്ടെന്ന് തന്നെ വെച്ചിരുന്നു. 21-ാം തീയതി വൈകിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ തിരിച്ചു പോരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ഗാന്ധി സ്മാരക നിധിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വന്ദേ ഭാരത് 4:30 എന്ന ഒരു ചിന്തയിൽ 4:11 ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി TR സദാശിവൻ നായർ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വിജനമാണ്. ഇതെന്ത് ഇങ്ങനെ വരാൻ? അപ്പോഴാണ് ട്രെയിൻ 4:05 ആയിരുന്നു എന്നുള്ളത് ഓർക്കുന്നത്. നേരെ കൗണ്ടറിലെത്തി അടുത്ത ട്രെയിനിലുള്ള ടിക്കറ്റ് വാങ്ങി അകത്ത് കയറി ഒരു ജ്യൂസ് പറഞ്ഞ് ക്യാൻറ്റീനിലിരിക്കുമ്പോൾ വിവരം അറിയുന്നു, VS യാത്രയായി. എനിക്ക് ആ ട്രെയിൻ കിട്ടാതെ പോയത് ഭാഗ്യമായി. നേരെ സുരേഷിനെ വിളിച്ചു, SUTയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നു. VSൻ്റെ ഭൗതിക ശരീരം പുറത്തേക്കിറക്കുന്ന ആശുപത്രിയിലെ വാതിലിന് മുന്നിൽ ഞങ്ങൾ കാത്തു നിന്നു. സുരേഷ്, ഗൺമാനായിരുന്ന വിനോദ്, സുരേഷിൻ്റെ സഹധർമ്മിണി, ഞങ്ങളുടെ മുന്നിൽ പോലീസുകാർ വന്നു നിന്നു. 1ഉം 2ഉം നിരയായി അവരെ കൊണ്ടുവന്ന് നിർത്തി. ജനകീയനായ ഒരു നേതാവിനെ ഞങ്ങളൊന്നും കാണാതിരിക്കാൻ പോലീസുകാരുടെ ഒരു പരിധിവരെ ആവശ്യമാണ് തിക്കും തിരക്കും ബഹളമൊക്കെ ഒഴിവാക്കാൻ. പക്ഷേ സുരേഷ് അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വലിയൊരു വേദന തോന്നി. അപ്പുറത്തെ ഭാഗത്ത് 2-3 MLAമാരെത്തി. അവിടെ പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞു, ഒന്ന് കടത്തി വിടണം, ഈ സുരേഷിന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കടത്തി വിടണം. അവർക്ക് ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ ശക്തമായി പറഞ്ഞു. അവിടെ നിന്ന മറ്റു പലരും പറഞ്ഞു. അങ്ങനെ സുരേഷിനെയും വിനോദിനെയും പോലീസുകാരുടെ ഇടയിലൂടെ മുന്നിലേക്ക് കടത്തി മറുഭാഗത്ത് നിർത്തി. VS ആശുപത്രിയിലായ സമയം തുടങ്ങി സുരേഷ് അവിടെ ഉണ്ടായിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നിന്നിരുന്ന സുരേഷിനെ വേദനയോടെയാണ് കണ്ടത്. ഏതായാലും ഒരുപാട് ഓർമ്മകൾ
നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചുകൊണ്ടാണ് ധീരനായ ഒരു പടയാളി, ഒരു രാഷ്ട്രീയ പോരാളി, കേരളത്തിൻ്റെ ചരിത്രം വഴിമാറ്റി വരച്ച 32 പേരിൽ അവസാനത്തെ മനുഷ്യൻ നടന്നു നീങ്ങുന്നത്. നേച്ചർ ലൈഫിൻ്റെയും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെയും പേരിൽ ഒരിക്കൽ കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ.